അപ്പോൾ നമുക്കിന്നൊരു ഷോപ്പിംഗ് വ്ലോഗ് ആയാലോ. അപ്പോൾ രാത്രി 7 മണിയൊക്കെ ആയപ്പോൾ ഞാനും ഇക്കായും കൂടി നമ്മൾ അബുദാബി കാൽദിയയിലുള്ള ഷീൻ്റെ ഔട്ട്ലെറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ടാക്സിയിലാണ് പോകുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു, വീക്കെൻഡ് ആണല്ലോ. അപ്പോൾ ഞങ്ങൾ ഈ കാണുന്ന ഷൈനിങ് ടവറാണ്, പിന്നെ ഡാൻസിങ് ടവർ എന്നും പറയാറുണ്ട്. ഞങ്ങൾ ഔട്ട്ലെറ്റിലെത്തി. നമ്മുടെ അബുദാബിയിൽ 2 ഔട്ട്ലെറ്റ് ഉണ്ട്, ഷീൻ്റെത് മദീന സാദിലും ഉണ്ട്, കാൽദിയയിലും ഉണ്ട്. ഞങ്ങളിപ്പോൾ ഉള്ളത് കാൽദിയയിലാണ്. അപ്പോൾ ഞാൻ ചെന്ന ഉടനെ കണ്ടത് ഇയറിങ്ങിൻ്റെ സെക്ഷനാണ്. ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. ലൈക്ക് സ്മോൾ ഇയറിങ്സ് തൊട്ട് വലിയത് വരെ അവിടെ ഉണ്ട്. എന്തൊക്കെ മോഡലിൽ വേണം അതെല്ലാം അവിടെ ഉണ്ട്. ഈ കാണുന്ന ഫുൾ ഇയറിങ്സ് ആണ്. പിന്നെ സൈഡിൽ നമുക്ക് കാണാം സ്പെക്സിൻ്റെ കുറച്ച് കളക്ഷൻസ് അവിടെ ഉണ്ട്. പല വെറൈറ്റീസ് ഓഫ് സ്പെക്സും ഉണ്ട്, വിത്ത് വാച്ചൊക്കെ വരുന്ന ടൈപ്പ് ഉണ്ട്. പിന്നെ ആ സൈഡിലേക്ക് വരുന്നത് ഒരു നമ്മളെ മൊബൈൽ കവേഴ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. അതിൻ്റെ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. കീ ചെയിൻസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇയറിങ്സിന് ഞാൻ ഒരു ½ ആൻ അവർ അവിടെ സ്പെൻഡ് ചെയ്തു, കാരണം അത്രമാത്രം കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന നമ്മളെ ബ്രേസ്ലെറ്റ്സ്, ചെയിൻസ്, ചോക്കർ സെറ്റ്സ്, ഇയറിങ്ങിൻ്റെ പെയറായിട്ട് വരുന്ന അങ്ങനത്തെ കുറേ ഐറ്റംസാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എല്ലാം നല്ല അഫോർഡബിൾ റേറ്റിനാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. നമുക്ക് ഷീൻ്റെ ആപ്പ് ഉണ്ടല്ലോ, അതിനകത്തും ഉള്ള റേറ്റിനെ പോലെ തന്നെയാണ് അവർ ഷോപ്പിലും കൊടുക്കുന്നത്. നല്ല അടിപൊളി കളക്ഷൻസാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് എല്ലാ ജ്വല്ലറി ഐറ്റംസും ഉണ്ട് അവിടെ. അപ്പോൾ അടുത്ത സെക്ഷനാണ് നമ്മുടെ കോസ്മെറ്റിക് ഏരിയ. എല്ലാ ടൈപ്പ് ഓഫ് കോസ്മെറ്റിക്സും സ്കിൻ കെയർ ഐറ്റംസും എല്ലാം ഉണ്ട്. അപ്പം ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക്സിൻ്റെ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. ഇതിൽ ഏതെടുക്കണോ നമുക്ക് അറിയാതെ കൺഫ്യൂസ്ഡ് ആയിപ്പോവും. അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ കാണുന്ന പച്ച ഉടുപ്പിട്ട ചേച്ചിയാണ്. ഇതിലെനിക്ക് ഷെയ്ഡൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ട് പോകാം. പിന്നെ ഞങ്ങൾ പോയത് ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കാണ്. ഡ്രസ്സിൻ്റെ സെക്ഷൻ പറയുകയാണെങ്കിൽ ലേഡീസിന് എനിക്ക് വലിയ രസം തോന്നിയിട്ടില്ല. പിന്നെ മെൻസിന് നല്ലതുണ്ട് കേട്ടോ, നല്ല കളക്ഷൻസ് ഉണ്ട് അവർക്ക്. പക്ഷേ ലേഡീസിന് അത്ര ഇല്ലായിരുന്നു, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഒന്നും എടുത്തതുമില്ല. പിന്നെ ഞങ്ങൾ പോയത് ഫുഡ് വെയറിൻ്റെ സെക്ഷനിലേക്കാണ്. പക്ഷേ അത് പറയുകയാണെങ്കിലുള്ളൂ അടിപൊളി കളക്ഷൻസാണ്. ഹീൽസ് ആയാലും ഫ്ലാറ്റ്സ് ആയാലും ബൂട്ട്സ്, ഷൂസ്, എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ് വെയർസ്, കിഡ്സ്, മെൻസ്, ലേഡീസ് എല്ലാവർക്കും ഉള്ളത് അവിടെ ഉണ്ട്. നല്ല അടിപൊളി കളക്ഷൻസാണ്. ലൈക്ക് എല്ലാം നമുക്ക് എടുക്കാൻ തോന്നും, ഓരോ ഡ്രസ്സിന് ഓരോന്ന് വെച്ചിട്ട്. അത്ര അടിപൊളി കളക്ഷൻസാണ്. അങ്ങനെ ഞാൻ കുറേയൊക്കെ നോക്കിയായിരുന്നു. പിന്നെ ഈ കാണുന്ന ചെരുപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, വെറും വല മാത്രമായിരുന്നു അതിനകത്തുള്ളത്. പിന്നെ ഞാൻ കുറച്ച് ഹീൽസൊക്കെ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് പോയിൻറ്റ് ഹീലുള്ള ചെരുപ്പിട്ട് നടക്കാൻ എനിക്കറിയില്ല. പിന്നെ അങ്ങനെ കുറേ ചെരുപ്പൊക്കെ നോക്കി ഞാൻ അവിടെ ഇങ്ങനെ നടന്നു. നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തത് നമ്മുടെ ബാഗിൻ്റെ സെക്ഷൻ വരുന്നത്. ഓഫീസിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബാഗ്, നമ്മൾ സ്ലിംഗ് ബാഗ്സ്, എല്ലാ ടൈപ്പ് ഓഫ് ബാഗ്സും ഉണ്ട്. അവർ പറയുന്നതൊക്കെ ബ്രാൻഡഡ് ആണെന്നാണ്. എല്ലാ ടൈപ്പ് ഓഫ് ബ്രാൻഡിൻ്റെ ബാഗ്സും അവിടെ അവൈലബിൾ. ക്ലച്ചേഴ്സ് ഉണ്ട്, നല്ല അടിപൊളി വെറൈറ്റി മോഡൽസാണുള്ളത്. അധികം റേറ്റൊന്നും വരുന്നില്ല, നല്ല വെറൈറ്റി കളക്ഷൻസാണ്. എന്തായാലും നമുക്ക് ഓരോ ഡ്രസ്സിനൊക്കെ ഇങ്ങനെ ഓരോ മാച്ചിങ് ബാഗ്സൊക്കെ നോക്കുന്നവരില്ലേ, അങ്ങനെ പറ്റുന്നവർക്ക് എല്ലാ ടൈപ്പ് ഓഫ് ബാഗ്സും ഉണ്ട് അവിടെ. പിന്നെ ഈ കാണുന്ന മെൻസിൻ്റെ ഫുഡ് വെയർ, അവർക്ക് ആവശ്യമുള്ളത് എല്ലാം അവിടെ തന്നെ ഉണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ് വെയർസും അവിടെ ഉണ്ട്. കിഡ്സിൻ്റെ തന്നെ കുറേ ഉണ്ട്. കിഡ്സിൻ്റെ ഡ്രസ്സായാലും ഷൂസും എല്ലാം അവർക്കും ഉണ്ട്. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് അവിടെ നിന്ന് പതുക്കെ ഇങ്ങനെ നടന്ന് പോവുകയാണ്. പിന്നെ ഫുഡ് അടിക്കാൻ കയറി. ഞങ്ങളിവിടെ ഗുഡ് ബർഗറിൽ കയറിയിട്ട് ഒരു ചാർക്കോൾ ഫുൾ ഗ്രിൽ ചിക്കനും എടുത്തു. പിന്നെ ഈ കാണുന്ന ജ്യൂസ്, ഇതൊരു മാംഗോ ബബിൾ ജ്യൂസാണ്, ലൈക്ക് ഫ്രഷ് ജ്യൂസാണ്, കുപ്പി എണ്ണിഞ്ഞെടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ അവിടെ നിന്ന് എന്തൊക്കെ വാങ്ങിയെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.